ജീവിതത്തിലെ വേദനകൾ നീങ്ങാൻ, അത് ശാരീരികമായ വേദനയാകട്ടെ മാനസികമായ വേദനകളാകട്ടെ, പല ആളുകളും പല പരിഹാരങ്ങളും തേടാറുണ്ട്. ചിലപ്പോൾ രോഗം കാരണം വേദന കൊണ്ട് കഴിയുന്ന ആളുകളുണ്ട്. ഇനി അതല്ലാത്ത മറ്റ് മാനസിക പ്രയാസങ്ങൾ കാരണം മാനസിക വേദന കൊണ്ട് കഴിയുന്ന ആളുകളുണ്ട്. ഏത് തരത്തിലുള്ള വേദനകളാണെങ്കിലും അത് നിഷ്പ്രയാസം നീക്കിക്കളയാൻ, നമ്മുടെ ജീവിതത്തിലെ വേദനകൾ മാറി ജീവിതത്തിന് സൗഖ്യമുണ്ടാകാൻ ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരു ഉപാധി നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. ജീവിതത്തിലെ വേദനകൾ നീങ്ങാനും ജീവിതത്തിൽ സൗഖ്യമുണ്ടാകാനും സന്തോഷമുണ്ടാകാനും എളുപ്പത്തിൽ നമ്മളുടെ കാര്യങ്ങളിലൊക്കെ ഫത്ഹ് ഉണ്ടാകാനുമുള്ള ഒരു അമൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മുഴുവനും കേൾക്കുക. വേദനിക്കുന്ന നമ്മുടെ കുടുംബാദികളിലേക്ക്, കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളെ റാഹത്താക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വ മിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കട്ടെ. വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകൾ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. വേദന സഹിച്ച് ജീവിക്കുന്ന പല ആളുകളുമുണ്ട്. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പല ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും വ്യത്യസ്തങ്ങളായ വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ്. ചില ആളുകൾ ശാരീരിക വേദനകൾ, രോഗം കാരണമുള്ള വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. തലവേദന പോലെ, അല്ലെങ്കിൽ ഊരവേദന പോലെ, കാൽ കൈ മുട്ടുവേദനകൾ പോലെ, വയറ് സംബന്ധമായ വിഷയത്തിലുള്ള വേദനകൾ പോലെ, അതുപോലെ തന്നെ ഈ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടുകൾ പോലെ, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ. ഇതിൽ നിന്നും മോചനം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പല മരുന്നുകളും കഴിച്ചിട്ട് ഒരു പരിഹാരവും ലഭിക്കാത്ത ആളുകൾ. കഴിഞ്ഞ ദിവസം കൂടെ ഒരു ഉമ്മ വിളിച്ച് പറയേണ്ട, എത്ര മരുന്നാണ് കഴിക്കുന്ന ഒരു ദിവസം, പക്ഷേ എൻ്റെ വേദനയ്ക്ക് ഒരു പരിഹാരം കിട്ടുന്നില്ല, ഒരു ശമനം കിട്ടുന്നില്ല. വേദന സംഹാരിയായ ഒരു അമൽ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിൽ വേദന ഉള്ള ഭാഗത്ത് നിന്നും ആ വേദന നിഷ്പ്രയാസം നീങ്ങിക്കിട്ടാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു അമലുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ആ അമൽ. എന്താണ് എന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞുതരാം. അത് നമ്മുടെ ജീവിതത്തിലെ ശാരീരികമായ ഭൗതികമായ വേദനകൾ നീക്കാനാണ് എങ്കിൽ മാനസികമായ വേദനകൾ നീക്കാനുള്ള മറ്റ് അമലുകളും മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് വേദന ഉണ്ടായി, മൈഗ്രെയിനുള്ള ആളുകൾ, തലയ്ക്ക് പ്രശ്നമുള്ള ആളുകൾ, അല്ലേ, തലയിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മറ്റെന്തെങ്കിലും വേദനകൾ, ശരീരത്തെ കൈകാലുകൾക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾ, മുട്ടിന് പ്രയാസമുള്ള ആളുകൾ, ഊരയ്ക്ക് പ്രശ്നമുള്ള ആളുകൾ, വയറ് സംബന്ധമായ വേദനകളുള്ളവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഏത് ഭാഗത്താണെങ്കിലും ആ ഭാഗത്ത് എന്ത് ചെയ്യുക, വലത് കൈ വെക്കുക. വലത് കൈ ഒന്ന് വെക്കുക. അവിടെ വെച്ചതിന് ശേഷം ഇനി ചില ആളുകൾ ഇത് കണ്ട് കുബുദ്ധികളായ ആളുകൾ ചിലതുണ്ട്. അപ്പോൾ വലത് കൈയുടെ പള്ളയിൽ വേദന വന്നാൽ എന്താ ചെയ്യുക എന്ന്. അപ്പോൾ എന്ത് ചെയ്യാം, ഇടത് കൈ വെക്കണം. നമ്മൾ പൊതുവെ അങ്ങനെയല്ലേ, വലത് കൈക്കൊരു പ്രശ്നം പറ്റി, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, ഇടത് കൈ ഉപയോഗിക്കും. പൊതുവേ നമുക്കൊരു ബുദ്ധിയുള്ള ആൾക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അല്ലേ. ഇടത് കൈക്ക് ഒരു പ്രശ്നം പറ്റി, മലമൂത്ര വിസർജനം നടത്തണം, വലത് കൈ ഉപയോഗിക്കും, സ്വാഭാവികമാണ്. അവിടെ വളഞ്ഞ ബുദ്ധി എന്ത് ചെയ്യേണ്ട, വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും വലത് കൈ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ എത്താൻ കഴിയുന്നത് വലത് കൈക്ക് കഴിയുന്നത് കൊണ്ട് വലത് കൈ എന്ത് ചെയ്യുക, ആ വേദനയുള്ള ഭാഗത്ത് വെക്കുകയും ശേഷം ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന് 3 തവണ പറയാം. ഇപ്പോൾ ഈ ഭാഗത്ത് വേദന ഉണ്ട് എങ്കിൽ ഇവിടെ കൈ വെച്ചു, അതിന് ശേഷം എന്ത് ചെയ്യുക, ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് ബിസ്മില്ലാ. ഇനി തലയിലാണ് വേദനയെങ്കിൽ ആ തലയിൽ കൈ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ബിസ്മില്ലാ എന്ന് 3 തവണ പറഞ്ഞ ശേഷം ഞാൻ ഈ പറയുന്ന ദുആ, ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയ ഈ ഒരു ദുആ 7 തവണ ചൊല്ലണം. ഏതാണ് ദുആ? അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. ഇതെന്ത് ചെയ്യുക, 7 തവണ ഈ ഒരു ദിക്ർ കൂടെ, ഈ ഒരു ദുആ കൂടെ ചൊല്ലുക. ആ വേദന നിഷ്പ്രയാസം ഇങ്ങനെ നീങ്ങിപ്പോകും നമുക്കറിയാൻ കഴിയും. എത്രയോ തവണ നമുക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. പലപ്പോഴും വേദന വരുന്ന സമയത്ത് നമ്മളൊക്കെ സ്വീകരിക്കാറുള്ള ഒരു മരുന്നതാണ്, നമ്മളൊക്കെ സ്വീകരിക്കാറുള്ള വലിയൊരു ഫലം കിട്ടുന്നൊരു മരുന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വേദന അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം വേദനയ്ക്ക് ശമനം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്തു നോക്കാം. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ വേദന ഇങ്ങനെ നീങ്ങുന്നത് ആസ്വദിക്കാൻ കഴിയും, നമുക്ക് ആ വേദന ഇങ്ങനെ നീങ്ങുന്നത് അറിയാൻ കഴിയും. ഇനി എന്തിയാ, നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൊത്തത്തിൽ എല്ലാ രോഗത്തിൽ നിന്നും എല്ലാ വേദനകളിൽ നിന്നും രക്ഷപ്പെടാനും ഷിഫാ ലഭിക്കാനും ഒരു ദുആ പറഞ്ഞു തരുന്നുണ്ട്. അത് മൊത്തത്തിൽ പറഞ്ഞു തരുന്ന ദുആയാണ്. ഏതാണ്? അല്ലാഹുമ്മ റബ്ബൻ നാസി അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അന്ത ഷാഫി ലാ ഷിഫാഅ ഇല്ലാ ഷിഫാഉക് ഷിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഒന്നുകൂടെ പറഞ്ഞുതരാം. അല്ലാഹുമ്മ റബ്ബൻ നാസ്,
അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അന്ത ഷാഫി ലാ ഷിഫാഅ ഇല്ലാ ഷിഫാഉക് ഷിഫാഅൻ ലാ യുഗാദിറു സഖമ. ഈ ഒരു ദുആഇനെ ഒരാൾ അധികരിപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് രോഗം കൊണ്ട് പ്രയാസപ്പെടുത്തപ്പെടൂല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ രോഗം വരും. ഇനി രോഗമുള്ള ആളാണ് ഇത് ചൊല്ലിയത് എങ്കിൽ, അല്ലെങ്കിൽ രോഗമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ചൊല്ലിയത് എങ്കിൽ, ആ വ്യക്തിയുടെ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പെടുന്നതിനെ ഷിഫാ നൽകുന്നതാണ്, ശമനം നൽകുന്നതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീരത്തിലെ രോഗങ്ങളും വേദനകളും ഒക്കെ നീങ്ങാൻ ഈ ഒരു ദുആ അധികരിപ്പിക്കാൻ മുത്തനബി തങ്ങൾ പരിചയപ്പെടുത്താണ്. അപ്പോൾ 2 മാർഗ്ഗങ്ങൾ, ശാരീരികമായ വേദനകൾ സംഹരിക്കാൻ, മാറിക്കിട്ടാനുള്ള 2 പരിഹാര മാർഗ്ഗങ്ങൾ മുത്തുനബി തങ്ങളുടെ ഹദീസിൽ കാണാം. ഇനി മാനസികമായി വേദന അനുഭവിക്കുന്ന ആളുകൾ ഇല്ലേ, മാനസികമായ വേദന പ്രയാസം തന്നെയാണ്. കടം കയറി ബുദ്ധിമുട്ടിക്കുന്ന ഒരാൾ, അയാൾക്ക് മാനസികമായിട്ടൊരു പ്രശ്നം, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ച് അതൊരു വേദനയാണ്. മാനസികമായി വേദനിക്കുക ഇല്ലേ, മറ്റേ ആരുടെയെങ്കിലും നഷ്ടത്തിൽ വേദനിക്കുക, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ വേദനിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ജോലി ശരിയാകാത്തതിൻ്റെ പേരിൽ വേദനിക്കുക, കല്യാണം ശരിയാകാത്തതിൻ്റെ പേരിൽ വേദനിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, വ്യത്യസ്തങ്ങളായ വേദനകൾ, മാനസികമായ വേദനകൾ. ആരെങ്കിലും ഒരാൾ ആ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഓതാൻ വേണ്ടി മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയതായി കാണാം. അലം നശ്റഹ് ലക സദ്റക്, സൂറത്തുൽ ഇൻഷിറാഹ്. അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്ത് ആരെങ്കിലും ഒരാൾ ദിവസവും 7 പ്രാവശ്യം പതിവാക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു സമയത്ത് 7 പ്രാവശ്യം ഇതിങ്ങനെ അലം നശ്റഹ് എന്ന സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ, കഴിവിൻ്റെ പരമാവധി എഴുന്നേറ്റ ഉടനെ ചൊല്ലിയിട്ട് നെഞ്ചിലേക്ക് ഊതാൻ ശ്രമിക്കുക. നമ്മൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിരുന്ന് അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹിൻ നുശൂർ ഒക്കെ പറഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്നുകൊണ്ട് 7 തവണ അലം നശ്റഹ് ലക സദ്റക് വ വളഅനാ അൻക വിസ്റക് എന്ന് തുടങ്ങുന്ന അലം നശ്റഹ് സൂറത്ത് ഓതിയതിനു ശേഷം സ്വന്തം നെഞ്ചിലേക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഷ്ഫി എന്ന് മന്ത്രിച്ചേക്കാം. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഭാരം, ആ വ്യക്തിയുടെ മാനസികമായ ഭാരം നീങ്ങിയിട്ട് മനസ്സിന് വലിയ തുമഇനീനത്തും സന്തോഷവും സമാധാനവും ലഭിക്കാൻ കാരണമായി തീരും. കടം പേറി വലഞ്ഞു നടക്കുന്ന ആളുകൾ, കടം കൊണ്ട് ബുദ്ധിമുട്ടി കഴിയുന്ന ആളുകൾ, അവർക്ക് ദിവസവും എഴുന്നേൽക്കുന്ന ടെൻഷൻ അടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുമെന്നറിയാതെ, നാളെ കടക്കാർ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഏറ്റവും നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു ആയത്തോതി, ഈ ഒരു സൂറത്തോതിയിട്ട് നെഞ്ചിലേക്ക് ഓതിയാൽ വലിയ സമാധാനം ലഭിക്കും. അല്ലാഹു സമാധാനത്തിന് വഴികൾ തുറന്നു തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം 3ാമത്തെ മാർഗം മാനസികമായ ബുദ്ധിമുട്ടുകൾ നീങ്ങാനുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ രോഗങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ, ശാരീരിക മാനസിക രോഗങ്ങൾക്ക്, വേദനകൾക്ക് ശമനം കിട്ടാൻ മൊത്തത്തിൽ പഠിപ്പിക്കപ്പെട്ട 2 ദിക്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഇസ്മാണ്, മറ്റൊന്ന് ദിക്റും കൂടിയാണ്. ഇതും കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കാൻ ശ്രമിക്കുക. ഒന്ന് യാ ഷാഫി എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ, യാ ഷാഫി. എല്ലാ ദിവസവും മുടങ്ങാതെ 100 പ്രാവശ്യം ഇത് അധികരിപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ രോഗങ്ങൾക്ക് നൽകി അള്ളാഹു പരീക്ഷിക്കൂല എന്ന, മാരക രോഗങ്ങളൊന്നും നൽകുക, പനിയോ ജലദോഷം മൂക്കൊലിപ്പോ ഒന്നും വരൂല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പേടിക്കപ്പെടുന്ന, മാരകമായി നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന ഒരു രോഗവും നൽകി അള്ളാഹു പരീക്ഷിക്കൂല എന്ന്. അതുപോലെ തന്നെ 2ാമത്തെ ഒരു ദിക്ർ കാണാം, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. ഈ ഒരു ദിക്ർ ആരെങ്കിലും ഒരാൾ 100 തവണ ദിവസവും പതിവാക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലും അള്ളാഹു വേദന നൽകി, രോഗം നൽകി പരീക്ഷിക്കുകയില്ല എന്ന് മഹത്തുക്കൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 5 കൂട്ടം കാര്യങ്ങൾ, ഏത് 2 ദുആകൾ, 2 ചെയ്യേണ്ട 2 ദുആകൾ, അതുപോലെ ഓതേണ്ട സൂറത്ത്, അതുപോലെ ചൊല്ലേണ്ട 2 ദിക്റുകൾ, ഇത് നമ്മുടെ ജീവിതത്തിലൊന്ന് പതിവാക്കിയാൽ, വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ ജീവിതത്തിലൊന്ന് നിരന്തരം അത് നിത്യമാക്കി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ സകല വേദനകളും മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നീക്കിക്കൊടുക്കും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരട്ടെ. മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കരകയറ്റി സന്തോഷമുള്ള, സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, ആരോഗ്യമുള്ള, ആഫിയത്തുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക, വേദന അനുഭവിക്കുന്നവരിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും സ്വാതന്ത്ര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.